channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purposes. Hi friends, welcome back. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണിത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ടോപ്പിക്കാണ്. നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാം. ഉപയോഗിക്കാം എന്നല്ല, ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പോൾ എത്തുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, കൂടുതലൊന്നും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ട് എങ്ങനെ നമുക്ക് വിത്തൗട്ട് കോഡിങ് പ്രോഗ്രാമൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓണായിട്ടും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇടാനും നമുക്ക് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അത് ഏതാണ് സാധനമെന്ന് നമുക്ക് നോക്കണ്ടേ, നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൈറ്റ് ഇതാണ്, നമ്മുടെ സൈറ്റിൻ്റെ പേര് ഇതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും പോയി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, മറക്കരുത്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് നൗ ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് വരും. ഒന്ന് ബിസിനസ് എന്നുള്ളതും അതുപോലെ തന്നെ രണ്ടാമത് സാധാരണ നിലയിലുള്ള ആപ്ലിക്കേഷൻസ് ഫുൾ ഫ്രീ ആയിരിക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ബിസിനസ് ആകുമ്പോൾ അതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് അത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ സാധാരണ ഉള്ള ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്കപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഞാനിതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്, ഫ്രീ വീഡിയോ കോൾസ് ആൻഡ് ചാറ്റ്സ്. അപ്പോൾ വീഡിയോ കോളിൻ്റെ ഒരു സംഭവം നമുക്കൊന്ന് എടുത്തു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പോഴേക്കും നമ്മളിത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ. അതിനുശേഷം ഏത് കളറാണ് വേണ്ടതെന്ന് നോക്കുക, തീം ഏതാണ് വേണ്ടതെന്ന് നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ ആപ്പിൻ്റെ ഒരു പേര് കൊടുക്കുക, നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെ ഐക്കൺ സെറ്റ് ചെയ്യാം. ഡിഫോൾട്ടായിട്ടുള്ള ഐക്കണും അതല്ലാത്ത കസ്റ്റമായിട്ടുള്ള ഐക്കണും നമുക്കിതിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻസ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ. വലുതായിട്ടൊരു ഇതുമില്ല. നമുക്ക് കോഡിങ് പഠിക്കണമെന്നില്ല, പ്രോഗ്രാമിംഗ് പഠിക്കണമെന്നില്ല. ഇതിനു വേണ്ടി ജാവ, പൈത്തൺ, അതുപോലെ തന്നെ HTML ഇതൊന്നും നമ്മൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല.
ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ആവശ്യമില്ല, കാരണം ഇത് മൊത്തം ഓട്ടോമാറ്റിക്കായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോയി അതിൽ അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്താണോ അതിനാവശ്യം വരുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സൈനിങ് ചോദിക്കും. നമ്മളിവിടെ സൈനിങ് ചോദിച്ചിട്ട് നമ്മുടെ ഗൂഗിൾ ഐ ഡി കൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊന്ന് ആദ്യം ഒന്ന് സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ രജിസ്റ്റർ നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാനൊന്നത് രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിതിൽ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തപ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇവിടെ വന്നു. അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിവിടെ നിന്ന് ഡൗൺലോഡ് APK എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്കതിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് കിട്ടും. അതിന് നമ്മൾ കൊണ്ടുപോയി ഇത് ആഡ്സ് വരെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയണം. ഓക്കെ, നമുക്ക് നമ്മുടെ ആപ്പ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ ഒരു ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഫോണിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡൗൺലോഡ് ആകും. നമ്മുടെ മേളിൽ ഞാൻ സെർച്ച് ബാറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നുകൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടുന്ന് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന് മറ്റൊരാൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ ഒരു APKയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവരോടത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്കും നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റും, ഇത് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ കോൾ, ഞാനിപ്പോൾ ചെയ്തത് വീഡിയോ കോളിൻ്റെയും അതുപോലെ തന്നെ ചാറ്റിൻ്റെയും നമ്മുടെ ജസ്റ്റ് ഈ മെസ്സഞ്ചർ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, എല്ലാവർക്കും ഇത് ഉപകരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് വരെ വലുതായിട്ട് നോളജൊന്നും ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വലുതായിട്ട് കോഡിങ്ങോ ഒന്നും ഒരു മെത്തേഡും നമ്മളിതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്സിമം ഇത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, എല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിട്ടുള്ള ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.